എന്തോ ഫേക്ക് ആയിട്ട് തോന്നുന്നു. അങ്ങനെ ശ്രീധുവിന്റെ അമ്മ വന്നു പോയതിനു ശേഷം ശ്രീധുവിൻ കോമ്പോ തകർന്നു തുടങ്ങി. ഇപ്പോ ശ്രീധുവിനെ അർജുൻ ഫേക്കായി തോന്നി തുടങ്ങി. കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ വീഡിയോ ഫുൾ ആയിട്ട് കാണാം. ബിഗ് ബോസ് സീസൺ 6 68ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സ്റ്റോർ റൂമിൽ ബെല്ലടിച്ചപ്പോൾ ക്യാപ്റ്റനായ നന്ദന പോയി നോക്കി. സ്വന്തം അമ്മയും സഹോദരിയുമാണ് നന്ദന അവിടെ കണ്ടത്. ഇത് എന്താത്, ഇത് വല്ല സ്വപ്നമാണോ എന്ന് വിചാരിച്ചിട്ട് കുട്ടേട്ടാ, കുട്ടേട്ടല്ല സായിച്ചേട്ടാ, അമ്മ എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞു നന്ദന. തലയിൽ എന്തോ ഉലക്കുകൊണ്ട് അടിച്ച പോലെയായിരുന്നു നന്ദനയുടെ റിയാക്ഷൻ. അതിനിടയിൽ സായി പറയുന്നുണ്ടായിരുന്നു, നിന്റെ അമ്മ തന്നെയാണ്, പോ അങ്ങട് എന്ന്. നന്ദനയുടെ അമ്മയും സഹോദരിയും വീട്ടിലുള്ളപ്പോൾ സായി, സിജു, അഭിഷേക് എന്നിവർ നന്ദനയെക്കുറിച്ച് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് കളിയാക്കിയിരുന്നു. കല്യാണത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അത് കാണുമ്പോൾ നല്ലൊരു ബ്രദേഴ്സ് സിസ്റ്റേഴ്സ് ബോണ്ട് ഉള്ള പോലെ തോന്നി. ഒരു 3 ചേട്ടന്മാരും ഒരു അനിയത്തിയും കൂടിയുള്ള കളിയല്ലേ, അതുപോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ജാസ്മിൻ ആണെങ്കിൽ ഉമ്മയും ഉപ്പയും വരുമോ എന്ന പ്രതീക്ഷയിൽ സങ്കടത്തോടെ ഇരിക്കുകയായിരുന്നു. അവർ വരാത്തതിന്റെ സങ്കടം ആ മുഖത്ത് നല്ലോണം കാണുന്നുണ്ടായിരുന്നു. ഇതിന്റെ കൂടെ തന്നെ ജിൻഡോയുമായിട്ട് ചെറിയൊരു വാക്കുതർക്കമുണ്ടായി. ജിൻഡോ എന്തോ ജാസ്മിന്റെ ഉപ്പയെക്കുറിച്ച് തലയിൽ മുണ്ടിട്ട് നടക്കുമായിരിക്കും, അങ്ങനെ എന്തോ പറഞ്ഞെന്ന് തോന്നുന്നു. അതിന്റെ പേരിലായിരുന്നു അടിയായത്. എല്ലാ വീട്ടുകാരോടും കൂടി സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജിൻഡോയുടെ അച്ഛനും അമ്മയും വന്നത് കൺഫെഷൻ റൂമിലൂടെയാണ്. പ്ലാസ്മ ടിവിയിലാണ് ആദ്യം കാണിച്ചത്. ബിഗ് ബോസ് കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിച്ച് വീട്ടിനുള്ളിലേക്ക് പറഞ്ഞയച്ചു. ജിൻഡോയുടെ അച്ഛൻ ദേവസ്വക്കുട്ടി ഒരു നാടൻ പാട്ടൊക്കെ പാടി അടിപൊളിയാക്കി. ഓടേണ്ട ഓടേണ്ട ഓടി തളരേണ്ട, ഓമന പൂമുഖം വാടിടേണ്ട എന്ന മണിച്ചേട്ടന്റെ നാടൻ പാട്ടായിരുന്നു അച്ഛൻ പാടിയത്. അച്ഛൻ ഇപ്പോൾ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ജിൻഡോയുടെ അപ്പൻ ജിൻഡപ്പൻ എന്നാണ് ഇപ്പോൾ നാട്ടുകാരൊക്കെ വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അടുത്തൊരു ടാസ്ക് ആയിരുന്നു തലയണ മന്ത്രം. പഞ്ഞി നിറച്ച് തലയണ ഉണ്ടാക്കുക എന്നാണ് ടാസ്ക്. ടണൽ ടീമിന്റെ വിധി നിർണ്ണയം നടത്താൻ വന്നത് ജിൻഡോ ആയിരുന്നു. ഒരു തലയണ പോലും ജിൻഡോ ഓക്കെ ചെയ്തില്ല. ഇതിന്റെ പേരിൽ അപ്സരയും ജിൻഡോയും തമ്മിൽ ചെറുതായിട്ട് ഒരു അടി നടന്നു. ടാസ്കിൽ വിജയിച്ചത് പീപ്പിൾ ടീമും നെസ്റ്റ് ടീമും ആയിരുന്നു. വൈകുന്നേരമായപ്പോഴേക്കും നന്ദനയുടെ ഫാമിലിയും ജിൻഡോയുടെ ഫാമിലിയും ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി. ശ്രീധുവിന്റെ അമ്മ വന്നിട്ട് ഇട്ടിട്ട് പോയ ബോംബ് അതങ്ങ് പൊട്ടാൻ തുടങ്ങി. ചില ആൾക്കാരൊക്കെ എനിക്ക് ഫേക്കായിട്ട് തോന്നുന്നു എന്നാണ് ശ്രീധു രശ്മിനോട് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് ചില ആൾക്കാരെയല്ല, അർജുനെയാണ് ഉദ്ദേശിച്ചതെന്ന് വ്യക്തമായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. കാരണം അമ്മ പറഞ്ഞതുകൊണ്ട് ആ കോംബോയിൽ നിന്ന് രക്ഷപ്പെടാൻ ശ്രീധു ശ്രമിക്കുന്നുണ്ട്. അതിൽ നിന്ന് എങ്ങനെ രക്ഷപ്പെടാൻ പറ്റും? അർജുനെ ഫേക്കായിട്ട് ചിത്രീകരിച്ചുകൊണ്ട് മാത്രമേ ശ്രീധുവിന് അതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റൂ. പക്ഷേ ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകരായ നമ്മൾക്ക് കൃത്യമായിട്ട് കാര്യങ്ങൾ മനസ്സിലാവും. ഒന്നുകിൽ ശ്രീധു അർജുനോട് ഓപ്പൺ ആയിട്ട് സംസാരിക്കണം, നിന്നോട് കൂടുതൽ ഇടപഴകുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല എന്നുള്ള കാര്യം. ഇത് പറഞ്ഞാൽ തീരുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ. പക്ഷേ അർജുന ഫേക്കായി ചിത്രീകരിച്ചിട്ട് കൊണ്ടുള്ള ശ്രീധുവിന്റെ ഗെയിം ഉണ്ടല്ലോ, അത് നാശത്തിലേക്കുള്ള പോക്കാണ്. അർജുൻ ഫേക്കായിട്ടാണ് അവിടെ നിൽക്കുന്നുള്ള കാര്യം എനിക്ക് ഇതുവരെയായിട്ടും ഫീൽ ചെയ്തിട്ടില്ല. ഇതൊക്കെയാണ് എപ്പിസോഡ് വിശേഷങ്ങൾ. അടുത്ത എപ്പിസോഡ് വിശേഷങ്ങളുമായി അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെയും ഗുഡ് ബൈ.